ഹായ് ഗായ്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മീനെന്ന് പറയുന്നത്, എനിക്ക് ഇത് മുന്നേ പരിചയമുള്ള മീനൊന്നുമല്ല. കാരണം നമ്മൾ മലപ്പുറത്ത് ഒന്നെങ്കിൽ മത്തി, അയില ഇങ്ങനെയുള്ള ഈ നോർമൽ മീനുകളാണ് അധികം ഉപയോഗിക്കുന്നത്. ഇന്ന് ഒക്കെ കൊണ്ടുവന്ന മീനെന്ന് പറയുന്നത്, ഇവിടെ പൊതുവെ അതിന് പറയുന്നത് പീരമീൻ എന്ന് പറയുന്നു ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നീട് ഞാൻ ഇക്കാലത്ത് ചോദിച്ചു എന്താണ് ഇതിന് പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് ചോദിച്ചപ്പോഴാണ് ഉലുവ അച്ചി, അതുപോലെ പിമ്പിളിയോ അങ്ങനെ ഒരു പേരും കൂടെ ഇയാൾക്കുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഒരു ക്രൂര മുഖമുള്ള പോലെ ഒരു ഫേസാണ് ആൾക്കുള്ളത്. പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ ഒത്തിരി പാടുണ്ട് കേട്ടോ. അതിൽ നിന്നിങ്ങനെ നമ്മൾ ചുരണ്ടി എടുക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അതൊക്കെ കളയാനും അത് ഒരിക്കലും ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല. അത് നമ്മൾ ക്ലീൻ ആക്കുന്നതിനനുസരിച്ച് ഒരു പൂത്തിരി കണക്ക് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ നമ്മൾ മലപ്പുറത്ത് അതിൻ്റെ ചെകിള എന്നൊക്കെ പറയും. പക്ഷേ ഈ മീനിന് നല്ല ടേസ്റ്റാണ്. പൊരിച്ചു കഴിഞ്ഞാലും അതുപോലെ നമ്മൾ പുളിയും മുളകുമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വാലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഒരു നല്ല ഒരു വെറൈറ്റി ഉണ്ട് അതിൻ്റെ വാലിൻ്റെ അവിടെ. പിന്നീട് നമുക്ക് കിട്ടിയത് കലവ. നമ്മളവിടെ മലപ്പുറത്ത് ഇതിന് പുതിയാപ്പിളക്കോര എന്നൊരു പേരുണ്ട്. ഇതിൻ്റെ ഭംഗി കൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നതെന്നൊക്കെയുള്ളൊരു ഐതിഹ്യമുണ്ട്. പക്ഷെ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഇതും നല്ലോണം പൊരിച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ നമ്മൾ പുതിനയില അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് നന്നായിട്ട്, കുരുമുളകൊക്കെ ചേർത്ത് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി നല്ല സെറ്റാണ് ഇത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിത് എന്ത് ചെയ്തു, ഇതിന്ന് എടുത്തില്ല, മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഇന്ന് ഈ സുന്ദരനെ ഇങ്ങെടുത്തു, പീരമീനിനെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്തു, നല്ല പുളിയും മുളകും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മുളക് കറി വെച്ചു. കൂടാതെ പൊരിക്കുകയും ചെയ്തു. പിന്നീട് പറഞ്ഞ് എന്ത് ചെയ്തു പറഞ്ഞു, മറ്റേതും കൂടെ പൊരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതും എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ കുരുമുളക്, വെളുത്തുള്ളി, പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത് കൂടാതെ നല്ല തീ അടുപ്പിലുണ്ടായിരുന്നു, അവിടെ വെച്ചിട്ട് നല്ലൊരു മുളക് കറി അങ്ങ് റെഡിയാക്കി എടുത്തു. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണിന് ഈ 2 വിഭവങ്ങളുണ്ട്, കൂടെ അരച്ച കറിയും ഉണ്ട് കേട്ടോ.